ാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ സാറ്, ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA അവറുകൾ, ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയർ ശ്രീ ആര്യ രാജേന്ദ്രൻ അവറുകൾ തുടങ്ങി KSCയുടെ ജനറൽ സെക്രട്ടറി ഗവർണർ ടീച്ചർ, KSCയുടെ സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ്, ഉദ്യോഗസ്ഥർ, കളക്ടർ തുടങ്ങി ബഹുമാനപ്പെട്ട ഒട്ടനവധി വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഭക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി ഒറ്റവാക്കിൽ വളരെ സ്നേഹപൂർവ്വം പാലുകാഴ്ച ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചെറിയ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA അവരോട് സംസാരിക്കും. അദ്ദേഹം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, 63ാമത് സ്കൂൾ കലോത്സവത്തിൽ അരങ്ങുണരുകയാണ്. കലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം അരിക്കണ്ട മൈതാനവും ഭക്ഷണ വിതരണവുമാണ്. അത് കുറ്റമറ്റ തരത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംഘാടക സമിതി ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ ചെയർമാനും രണ്ടുപേരും പല സന്ദർഭങ്ങളിലായി ഈ പ്രവർത്തന പുരോഗതി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നമ്മുടെ ജില്ലയിലെ, സംസ്ഥാനത്തെ അല്ല, ചില മാധ്യമങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി സമാഹരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് 12 BRCകളിൽ ശേഖരിച്ച് ഇന്നലെ വൈകുന്നേരം ഇവിടെ കൊണ്ടുവന്ന് ഏറ്റുവാങ്ങൽ ചടങ്ങിലെല്ലാം തന്നെ നടത്തിയത്. കലവറ നിറയ്ക്കുന്നതായിട്ടുള്ള പരിപാടിയിലൂടെ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഇതെല്ലാം എത്തിയപ്പോൾ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്റെ ധാരണ ഏതാണ്ട് ഭക്ഷ്യവിഭവങ്ങളെല്ലാം ആയെന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിന്റെ 5-1 പോലും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം സമയത്ത് 20,000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് അതുപോലെ തന്നെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്ഷണം ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ. അധ്യാപക സംഘടനകളിൽ തന്നെ പ്രധാനമായിട്ടുള്ള സംഘടനയാണ് KSCA. അവരാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്നത്. അധ്യാപകരുടെയും അധ്യാപികമാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സേവനം കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സംഘടനകളുടെ നിലയിൽ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി ഏറെ കഴിയുന്നതുവരെയും അവരെല്ലാവരും ഈ കിട്ടിയ ഭക്ഷ്യവസ്തുക്കളെല്ലാം അനുകരിക്കാനും അതിൻ്റെ തൂക്കം നിശ്ചയിക്കാനും അത് പ്രിയപ്പെട്ട പഴയിടത്തിൽ കൈമാറാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും വളരെ വളരെ സന്തോഷമാണ്. ഒരു വലിയ കൂട്ടായ്മയുടെ സമർത്ഥമായിട്ടുള്ള വിജയമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുറ്റമറ്റ തരത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളുമായി ഭക്ഷണം യഥാസമയം എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടും വിനയത്തോടും നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് സാധാരണഗതിയിലുള്ള ഒരു ചടങ്ങാണ്. നമ്മുടെ ഭക്ഷണപ്പുര അത് പഴയടം ഒരുക്കുന്നതിൻ്റെ തുറപ്പെന്ന് പറയുന്നത് ഒരു പാലുകാച്ചൽ ചടങ്ങോടുകൂടിയാണ്. ഏത് സത്കർമ്മവും അങ്ങനെയാണെന്ന് നമ്മൾ അപ്പോൾ അത്ര ഒരു പാലുകാച്ചൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിന് തിരി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. പ്രിയപ്പെട്ട ശിവൻകുട്ടിയെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് നിരന്തരം ഇടപെട്ട് കുറ്റമറ്റ തരത്തിൽ പരാതിരഹിതമായിട്ടുള്ള യുവജനോത്സവങ്ങളെന്ന കാഴ്ചപ്പാട് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ ശിവൻകുട്ടിയെ വളരെ സ്നേഹപൂർവ്വം ഈ പാലുകാച്ചൽ ചടങ്ങിന് ദീപം പകരുന്നതിന് ഞാൻ എല്ലാവർക്കും എൻ്റെ വിനീതമായി